ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ റൈസിൽ ആഴ്സണൽ കലമുടയ്ക്കാൻ തുടങ്ങിയെന്നാണ് സംശയം എല്ലാവർക്കും. ഇപ്പോൾ ആഴ്സണൽ ഫാൻസിനെ പോലെ തന്നെ ഫുട്ബോൾ പ്രേമികളൊന്നടങ്കം ആശങ്കയിലാണ്. ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ കാത്തിരുന്ന കസ്തൂരി മമ്പഴം കാക്ക കുത്തിപ്പോയി എന്ന് പറഞ്ഞാൽ കഥയാവുമെന്നാണ് ഇപ്പോൾ ആഴ്സണൽ ഫാൻസ് ആലോചിക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവസാനക്കാരായ 20ാം സ്ഥാനക്കാരായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് റിലഗേഷൻ സോണിലേക്ക് ഏത് നിമിഷവും തള്ളപ്പെടാമെന്നുള്ള ഉറപ്പുള്ള ടീമിനോട് ഈ ലീഗിൽ തന്നെ ഏറ്റവും കുറവ് പോയിന്റാണ് അവർ നേടിയിരിക്കുന്നത്. ഏറ്റവും അവസാന സ്ഥാനക്കാരായിട്ടുള്ള അവരോട് 2-2, അതും 2 ഗോളിൽ ലീഡുണ്ടായിട്ട് സെക്കൻഡ് ഹാഫിൽ അടിച്ച 2 ഗോൾ. ഇഞ്ചുറി ടൈമിൽ ഗോൾ കീപ്പർക്കും ഡിഫൻഡർക്കും ഉണ്ടായ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ റയയുടെ കിളി പാറിക്കുന്ന ഒരു ഗോളാണ് വോൾസ് അടിച്ചിട്ട് അവർ സമനില നേടുന്നത്. അവർക്ക് ഈ സമനില എന്ന് പറഞ്ഞാൽ ഒരു വിജയത്തിന് തുല്യമാണ്. അതാണ് റിലഗേഷൻ സോണിൽ കിടക്കുന്ന ഒരു ടീമാണ്, 20ാം സ്ഥാനത്ത് കിടക്കുന്ന ടീമാണ്. അവർക്ക് 17 മുകളിലേക്ക് വരണമെങ്കിൽ ആഴ്സണലായിട്ട് ഒരു സമനില എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഒരു പോയിന്റ് അവിടെ നേടിയിരിക്കുകയാണ്. ആഴ്സണൽ കഴിഞ്ഞ അവസാനത്തെ 5 മത്സരങ്ങളിൽ 2 വിജയം മാത്രം നേടാനായിട്ട്, 2 സമനിലയും 1 തോൽവി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റതിന് ശേഷം അവരുടെ കഷ്ടകാലം തുടങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഒരു സംശയമായിട്ട് തുടരുകയാണ്. അപ്പോൾ ഈ സീസണിലും ഇവർ കാലൗട്ട് ഉടയ്ക്കും എന്നുള്ള കാര്യത്തിൽ ശങ്കയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ പോകതാണ്. സൗണ്ടും ഒന്നും ശരിയല്ല, പനിയും ജലദോഷവും ചുമയൊക്കെ ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാണ്ടിരുന്നത്. ഈ വീഡിയോ വൈകിപ്പോയെന്നറിയാം, എന്നാലും ചെയ്യാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് ചെയ്യാണ്. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി, പെപ്പിന്റെ സിറ്റി നാളത്തെ മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ അവരായിട്ടുള്ള പോയിന്റ് ഗ്യാപ്പ് 2 പോയിന്റ് ആവും. 9 പോയിന്റ് വരെ ഗ്യാപ്പ് ഉണ്ടായതാണ്. അതിനേക്കാളും സുവർണ്ണ അവസരം ഉണ്ടെന്ന് ഇവർക്ക് പോയിന്റ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ആസ്റ്റൺ വില്ല ആയിക്കോട്ടെ, 2-3 സ്ഥാനത്ത് അവർ പോയിന്റ് ഒരുപാട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അനുകൂലമായ ഘടകങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത്രയും നല്ലൊരു സ്കോഡ് ഡെപ്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും പരിക്കുമാറി എല്ലാവരും തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നിട്ട് പോലും വോൾസായിട്ട് ഒരു സമനില. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഇതിനു മുമ്പ് വോൾസായിട്ട് ഒരു സമനില നേടിയ ടീം. ഈ ടോപ്പ് 4 നിൽക്കുന്ന ഒരു ടീമുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും ആർട്ടറ്റയുടെ മുന്നോട്ട് പോക്കെന്ന് പറഞ്ഞാൽ, ഇവർ ശരിക്കും പറഞ്ഞാൽ ആ സെക്കൻഡ് ഹാഫിലൊക്കെ പ്രഷർ ശരിക്കും കണ്ടിട്ട് ഏതോ ഒരു ബിഗ് മാച്ച് കളിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അവർക്ക്. ആ 2 ഗോൾ ലീഡ് നേടിയിട്ട് സെക്കൻഡ് ഹാഫിൽ ആ 2 ഗോൾ തിരിച്ചു വഴങ്ങുമ്പോൾ എന്തോ പേടിച്ചിട്ട് പ്രഷറായിട്ട് കളിക്കുന്ന പോലെ, പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുള്ള ആ ഒരു ചിന്താഗതിയിലായിരിക്കും തോന്നുന്നുണ്ട്. കുറേ സ്കോഡ് ഡെപ്തും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, മാനസികമായിട്ട് പണിയെടുക്കണം. അതെടുത്താൽ മാത്രം ടൈറ്റിൽ റേസിൽ തൊട്ട് പിന്നാലെ ഇങ്ങനെ പെപ്പിൻ്റെ ഗാഡിയോളം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാനസികമായിട്ടും കൂടി പണിയെടുത്തില്ലെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിൻ്റെ ആ പ്രസ്റ്റേഷനാണ് കളി കഴിഞ്ഞപ്പോൾ ജീസസ് വോൾസിൻ്റെ ഒരു താരത്തെ പിടിച്ച് തള്ളിയിടുന്നത് കണ്ടത്. ആ ഒരു പ്രസ്റ്റേഷനാണ് മൊത്തത്തിൽ ഇപ്പം തന്നെ. എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത കളി മാഞ്ചസ്റ്റർ സിറ്റി, പെപ്പിൻ്റെ ചങ്ങായി പിന്നാലെ വരുന്നുണ്ട്. ഈ ചങ്ങായിക്ക് ട്രോഫി അടിച്ചടിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സ്ഥിരമായിട്ട് അടിച്ചിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ എന്തായാലും ആർട്ടറ്റയ്ക്കും പിള്ളേർക്ക് എന്താ ശിഷ്യനാണ്, ഗുരുദക്ഷിണയായിട്ട് ചിലപ്പോൾ ഈ സീസണിലും എടുത്ത് കപ്പ് കയ്യിൽ കൊടുക്കാം. നമ്മുടെയൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ഈ സീസണിലേക്ക് ആഴ്സണൽ കപ്പ് അടിക്കുന്നത്. അതിനുള്ള എല്ലാം ഉണ്ട്. പക്ഷേ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുകയാണെങ്കിൽ ആഴ്സണലിന് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാം. അതേപോലെ തന്നെ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കും സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആഴ്സണൽ വിസസ് മാഞ്ചസ്റ്റർ സിറ്റി ഒരു മത്സരം വരാനുണ്ട്. കറബാവോ കപ്പ് ഫൈനലിന് ശേഷം ഈ ഒരു മത്സരം നടക്കാൻ പോകുന്ന ഇത്തിഹാദിന്റെ സ്റ്റേഡിയത്തിലാണ്. ആഴ്സണലിന്റെ എവേ മത്സരമാണ് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒന്ന് കാലടറിയാൽ ഈ കറബാവോ കപ്പിൽ അറിയാൻ പറ്റും ആഴ്സണലിന്റെ പോക്കെ കണ്ടാൽ. കറബാവോ കപ്പ് ഫൈനലിൽ സിറ്റിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. സിറ്റി കപ്പ് അടിക്കുകയാണെങ്കിൽ തീർന്നു. ഈ സീസണിൽ ചിലപ്പോൾ ഒരു ട്രോഫിയും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. ചാമ്പ്യൻസ് ലീഗിൽ നല്ല ഫോമിൽ നിൽക്കുന്നത് അതൊക്കെ പോകും. എന്താ മാനസികമായിട്ട് ഇവിടെ ഈ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസും അതേപോലെ തന്നെ കറബാവോ കപ്പ് ഒരു ഫസ്റ്റ് കപ്പ്, പക്ഷേ കപ്പ് നേടുകയാണെങ്കിൽ വീണ്ടും ആഴ്സണൽ ഒരു ഊർജ്ജമാണ്. എന്താ പറഞ്ഞാൽ അടുത്ത മാച്ച് സിറ്റി ഇത്തിഹാദിൽ പോയിട്ട് അവരെ അടിക്കാൻ ഒരു സമനില നേടാൻ നോക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്കായിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. പിന്നെ എന്തായാലും പരമാവധിയുള്ള മത്സരങ്ങളൊക്കെ ഇനി കുറച്ച് മത്സരങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ നടന്നത് ആഴ്സണലിന്റെ മത്സരം 31ാം റൗണ്ട് മത്സരങ്ങളാണ്. ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 27ാമത്തെ റൗണ്ട് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ 30ാമത്തെ മത്സരം കയറി വന്നത്. ഇനി ഈ ഞായറാഴ്ച തന്നെ ആഴ്സണൽ ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് മത്സരം നടക്കാനുണ്ട്. അപ്പോൾ എന്തായിരിക്കും എന്നുള്ള വിധിന്ന്. ടോട്ടൻഹാം ഹോട്ട്സ്പർ ഈ സീസണിൽ കുറച്ച് മോശമുള്ള പെർഫോമൻസ് ആണ്. പക്ഷെ അവർ ചാമ്പ്യൻസ് ലീഗിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടോപ്പ് 4 അർഹിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ എന്തായാലും കടുത്ത ഫൈറ്റായിരിക്കും അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കളിയും കൂടി എന്തെങ്കിലും സമനിലയോ തോൽക്കുകയാണെങ്കിൽ സിറ്റി മുകളിലോട്ട് കയറി വരും. സിറ്റി അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. ആസ്റ്റൺ വില്ലയും തൊട്ട് പുറകിൽ തന്നെ ഉണ്ടെന്ന് ആലോചിക്കണം. 27ാം റൗണ്ടിൽ ആസ്റ്റൺ വില്ലയ്ക്ക് എതിരാളികളായിട്ട് വരുന്ന ലീഡ്സ് യുണൈറ്റഡ് ആണ്. അതും ആസ്റ്റൺ വില്ലയുടെ ഹോം ഗ്രൗണ്ടിലാണെന്നുള്ള കാര്യമാണ് അവർക്കൊരു അഡ്വാൻറ്റേജ്. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോക്കുകയാണെങ്കിൽ സിറ്റി ന്യൂകാസിൽ യുണൈറ്റഡ് നേരിടാൻ പോകുന്നത് അതും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ട് വെച്ചിട്ടാണ്. ആഴ്സണൽ നേരിടാൻ വേണ്ടി വരുന്നത് ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ആഴ്സണൽ നേരിടുന്നത്.
അപ്പോൾ എന്തായാലും ആ ഒരു എവേ മാച്ചാണ്. ഈ ഒരു മത്സരത്തിൽ 2-2 സമനില ബോൾസായിട്ട് നേടിയതിൻ്റെയൊക്കെ ഒരു ക്ഷീണം ഉണ്ടാവും. അതൊക്കെ തീർത്തിട്ട് ടോട്ടൻഹാം ഹോട്ട്സ്പറിന് ഒരു വിജയിക്കോ അതോ വീണ്ടും കലവടയ്ക്കൽ തുറന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സത്യം പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഈ അവസാനത്തെ 5 മത്സരങ്ങൾ നോക്കിയാൽ മതി. അവസാനത്തെ ഇവരൊരു 10 മത്സരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ മോശം പെർഫോമൻസ് ആണ്. ഈ അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ എപ്പോഴും കലടറുന്ന പോലെ ഈ സീസണിലും കലടറി കഴിഞ്ഞാൽ സിറ്റി സിമ്പിളായിട്ട് വന്ന് കപ്പടിച്ചിട്ട് പോകും. അതിൽ യാതൊരു സംശയമില്ല. എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു പെപ്പ് എന്ന ഒരു മെൻറ്റർ ഉണ്ടല്ലോ, ആ ഒരു ചങ്ങായിയുടെ വലിയ കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ വന്നിട്ട് അവസാനം വന്ന് ഫോട്ടോ ഫിനിഷ് ചെയ്തിട്ട് കപ്പടിച്ചിട്ട് പോകാന്നുള്ളത്. സിറ്റി ഇതിന് മുമ്പ് ഇതേപോലെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ബോൾ സൈഡിലെ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഇവർക്ക് എന്താ പറ്റിയത്? ഈ 2 ഗോളാണ്, ഇതിൽ കൂടുതലൊന്നും തിരിച്ച് ബോൾസിനെ കൊണ്ട് അടിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലായതാണോ ഈ ഒരു സമനില എത്തിയതെന്ന് ഒരു കാര്യം ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചോദിച്ചെന്ന് വെച്ചാൽ 2 ഗോളിന് ലീഡ് ചെയ്ത് നിൽക്കുക ഫസ്റ്റ് ഹാഫിൽ ബോൾസിനെ പോലെ ഒരു ടീമായിട്ട് അവർ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഒരു കംബാക്ക് നടത്തിയിട്ട് ആഴ്സണലിനെ 2-2 സമനില കളിക്കുന്ന ആഴ്സണൽ ഫാൻസ് പോലും കരുതിയിട്ടുണ്ടാവില്ല, അല്ലേ? ശരിയല്ലേ? അപ്പോൾ എന്തായാലും ആഴ്സണൽ ഈ സീസണിൽ കപ്പടിക്കോ ഇല്ല എന്നുള്ളത് എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ആഴ്സണലാണോ സിറ്റിയാണോ കപ്പടിക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ ആഴ്സണൽ ഫാൻസ് കണ്ടുപിടിച്ച് നോക്കുന്ന കാര്യമില്ല, റിയാലിറ്റിയാണ് പറയുന്നത്. എനിക്കും നിങ്ങളെപ്പോലെ ആഴ്സണൽ ഈ സീസണിൽ ഒരു കപ്പ് എടുക്കുകയാണ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഒരു കപ്പ് ചൂടിക്കാണും. കുറെ കാലമായിട്ട് 0 കപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഈ ഒരു സീസണിലെങ്കിലും 1-2 ട്രോഫി എടുക്കണം, ചുരുങ്ങിയതൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് എടുക്കണം ആഗ്രഹിക്കുന്നതാണ് ഞാനും നിങ്ങളോട് പോലെ. അപ്പോൾ നമുക്ക് ടേബിളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആഴ്സണലാണ് ഇപ്പോഴും തലപ്പത്ത് 27 മത്സരങ്ങൾ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 17 വിജയവും 7 സമനിലയും 3 തോൽവിയടക്കം 58 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്താണ് ഉള്ളത്. 52 ഗോളുകൾ അടിച്ചപ്പോൾ 20 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയാണ് 2ാം സ്ഥാനത്തുള്ളത്. 26 മത്സരം കഴിഞ്ഞപ്പോൾ 16 വിജയവും 5 സമനിലയും 5 തോൽവിയടക്കം 53 പോയിന്റായിട്ട്. ഇപ്പോൾ പോയിന്റ് വ്യത്യാസം ഉണ്ട്, പക്ഷേ നാളത്തെ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആകെ 2 പോയിന്റ് വ്യത്യാസമാവും. പിന്നെ പേടി തുടങ്ങും. ആർട്ടറ്റയുടെ പിള്ളേരും ആർട്ടറ്റയും പേടിച്ച് തുടങ്ങേണ്ടി വരും. 3ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലയാണ് 26 മത്സരം കംപ്ലീറ്റ് ചെയ്തത്. 15 വിജയവും 5 സമനിലയും 6 തോൽവിയടക്കം 50 പോയിന്റുമായിട്ട് ആകെ 8 പോയിന്റിന്റെ വ്യത്യാസമുള്ള ആസ്റ്റൺ വില്ലയായിട്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4ാം സ്ഥാനത്തുള്ള 26 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 12 വിജയവും 9 തോൽവിയും 5 സമനില അടക്കം 45 പോയിന്റുമായിട്ട്. 5ാം സ്ഥാനത്തുള്ള ചെൽസിയാണ് 26 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 12 വിജയവും 8 സമനിലയും 6 തോൽവിയടക്കം 44 പോയിന്റുമായിട്ട്. അതിന് താഴെ ലിവർപൂൾ ഉണ്ട്, ബേൺഫോർഡ് ഉണ്ട്, അതേപോലെ തന്നെ എവർട്ടൺ ഉണ്ട്, ബോൺമൗത്ത് ഉണ്ട്, ന്യൂകാസിലാണ് 10 സ്ഥാനങ്ങളുണ്ട്, സണ്ടർലാൻഡ്, ഫുൾഹാം, ക്രിസ്റ്റൽ പാലസ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്നല്ല വിഷയം, ആരടിക്കും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്നുള്ള ചോദ്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. 27 റൗണ്ട് മത്സരമായി. ഇനി 8ഉം 3ഉം 11 മത്സരങ്ങളെ ബാക്കിയുള്ളൂ. ആ 11 മത്സരങ്ങളിൽ ഇവർ തമ്മിൽ വരുന്നുണ്ട്. അതേപോലെ വമ്പൻ ക്ലബ്ബുകളായിട്ട് ചെൽസിയും ലിവർപൂളൊക്കെ ആയിട്ടുള്ള മത്സരങ്ങൾ വരുന്നുണ്ട്. അതിനിടയിൽ കുഞ്ഞന്മാർ ഇങ്ങനെ അട്ടിമറിക്കാൻ കഴിയുള്ള കുഞ്ഞന്മാരായിട്ടുള്ള കളി വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ ഇവരുടെ വിജയ പരമ്പരകൾ തുടരാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഈ 2 ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീം കപ്പടിക്കും എന്നുള്ള കാര്യം പറയാം. ആസ്റ്റൺ വില്ലയും തൊട്ട് പ്രകടനമുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടൈറ്റിലിൽ റൈസിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തവർക്കത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.